ഓക്കെ ഗൈസ്, ബാക്ക് ടു ദ ഷോർട്സ് വീഡിയോ. ഇന്നലെ തുടരും സിനിമ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഇന്നലെ ടൈം കിട്ടിയില്ല. തുടരും സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. എന്റെ കൂടെ വന്ന 3 പേർക്കും ഭയങ്കരധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ലാലേട്ടന്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റിയെന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ആ ഒരു ബാത്റൂം സീനാണെങ്കിലും, പിന്നെ ആ ഒരു ലോഡ്ജിൽ വെച്ചുള്ള സീനൊക്കെ ആണെങ്കിലും, സ്റ്റേഷനിൽ വെച്ചുള്ള സീനാണെങ്കിലും, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ പ്രകാശ് വർമ്മ, ആ പുള്ളിക്കാരൻ എന്റെ മുന്നേ ഒരു രക്ഷയില്ല. ഭയങ്കര നോർമൽ ആയിട്ടാണ് അഭിനയിക്കുന്നത്. നാച്ചുറലി അയാള് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു ആ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്. കിടിലം. നമ്മൾ സാധാരണ ഒരാൾ എങ്ങനെയാണോ അതേപോലെ അയാൾ വന്നിട്ട് അഭിനയിച്ച് തകർത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. മോഹൻലാലിനൊപ്പം കട്ടക്ക് നിന്നിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാവരും തന്നെ നല്ല പോലെ അഭിനയിച്ചായിരുന്നു. ശോഭനാണെങ്കിലും, ലാലേട്ടന്റെയും ശോഭനയുടെ മക്കളായിട്ട് വരുന്ന രണ്ടുപേരാണെങ്കിലും എല്ലാവരും നല്ലപോലെ അഭിനയിച്ചായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു ചെറിയൊരു ലാഗൊക്കെ ആയിട്ട് മോഹൻലാലിനെ കളിയായി കൊണ്ടൊക്കെ മോഹൻലാലിന്റെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഒരു രസത്തിൽ ഇങ്ങനെ പോകും ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് വേറെ ലെവല്. ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവ്യൂ ടൈമില് ഒരു സംഭവം കൊണ്ടെടുത്ത് നമ്മളിങ്ങനെ ഇരിക്കും, ഇതാണോ അയാളായിരിക്കോ, എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അത് നിങ്ങൾ സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കാണാത്തവരാണെങ്കിൽ. അപ്പൊ സിനിമ ആണ്, മ്യൂസിക് വൈസ് ആണെങ്കിലും സൂപ്പർ ആണ്. പിന്നെ തരുൺ മൂർത്തിയാണ് ഇതിന്റെ ഡയറക്ടർ. കിടിലൻ പടം. തരുൺ മൂർത്തി സൈലന്റ് ആയിട്ട് വന്നൊരു ഹിറ്റ് കിടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ വന്ന 2 സിനിമകളും ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോ തരുൺ മൂർത്തി ഇങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചതിന് ഹാറ്റ്സ് ഓഫ്. അപ്പോ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിനകത്ത് പങ്കുവയ്ക്കുക. സിനിമ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. കണ്ടിട്ട് വന്നിട്ട് കമന്റ് ബോക്സിനകത്ത് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. അപ്പൊ എനിക്ക് ഈ ഒരു സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. നിങ്ങളും പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ബൈ.